വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ, ഇതിന് തൊട്ട് മുമ്പിൽ പ്രോ എൻട്രി സെറ്റപ്പിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് വീഡിയോ ക്യാച്ച് ദ മൂവ് എന്ന് പറയുന്നൊരു വീഡിയോ ആയിരുന്നു അല്ലേ. ആ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ അനദർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി വീണ്ടും സ്വീപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്ന് പറയുന്നത്. നൗ ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ആ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ നമ്മളുടെ ലോജിക് ബേസ്ഡ് ലിക്വിഡിറ്റി സ്വീപ്പ് സ്ട്രാറ്റജി അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രി എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ക്യാൻഡിലേലാണ് എൻട്രി എടുക്കുന്നത്, അപ്പോൾ ഈ റീപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് കറക്റ്റായിട്ടുള്ള ഏത് പർട്ടിക്കുലർ ക്യാൻഡിൽ എപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കിതിൽ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ട് വരുമ്പം ഏത് ക്യാൻഡിലിൽ എൻട്രി വരും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ബൈ ചെയ്യണം സെല് ചെയ്യണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ അല്ല. വേറെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷനാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടൈം ഫ്രെയിം നമ്മൾ 3 മിനിറ്റ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മളൊരു മാക്സിമം ഒരു 3 മാസം പുറകോട്ട് പോവുക. അപ്പോൾ ലാസ്റ്റ് ബാർ ഇതാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്കൊരു കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു ഏരിയ കഴിഞ്ഞ ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. സോ നമുക്കൊരു എക്സ്ട്രീം സൈഡിൽ ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. സോ നമ്മൾ ഇങ്ങനത്തെ സ്ട്രക്ചറിൽ നോക്കുമ്പം കോമൺ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എവിടെയാണ് ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം വേറൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പം ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. സോ എക്സാക്ട്ലി നമ്മൾ ഒരു 2 ഡയമെൻഷണൽ വേയിൽ നമ്മൾ ഒരു സിംബോളിക്കായിട്ട് ഇത് കാണിച്ചു തരാണ്. പ്രൈസ് നേരെ ഇങ്ങനെ താഴോട്ട് വരുമ്പം ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ലിക്വിഡിറ്റി. ദെൻ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ക്രിയേറ്റഡ് അനദർ ലിക്വിഡിറ്റി. അപ്പം ഈ ക്രിയേറ്റിംഗ് എ ലിക്വിഡിറ്റി ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് എ ലിക്വിഡിറ്റി അല്ലേ. അപ്പോൾ അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുവാണെങ്കിൽ ഇപ്പം നമുക്ക് കൺഫർമേഷൻ ആയി കഴിഞ്ഞു ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റിക്ക് താഴെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആക്ച്വലി ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി പോർഷൻ ഈ ഏരിയ ആയിരിക്കും. അപ്പം മുകളിലേക്ക് പ്രൈസ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് എൻട്രി എടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടാർഗറ്റ് ഇവിടെ ക്യാൻഡിൽസ് എത്ര ബിഗ് ആയിട്ടാണ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ട്രേഡിൽ നിന്നും ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് ആകുന്നു. ഇതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിക് ഫോം എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെൻ ദർ ഈസ് എ ലിക്വിഡിറ്റി അല്ലേ, മേജർ ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി പൂള് ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതോ ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു ലിക്വിഡിറ്റി പൂള് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ലിക്വിഡിറ്റി പൂൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം വേറൊരു ലിക്വിഡിറ്റി നമുക്ക് അത് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ലിക്വിഡിറ്റിയും കൂടെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി മാർക്കറ്റ് താഴോട്ട് പ്രൈസ് ട്രേഡ് ചെയ്ത് അതിന് താഴെ ബോട്ടം വന്നു കഴിയുമ്പോഴത്തേനും ഈ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ആയി അല്ലേ. അപ്പോൾ പിന്നെ പോയിട്ട് ഈ ലിക്വിഡിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഈ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി പോർഷന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു സ്ട്രാറ്റജി നോക്കുന്നത്. ബേസിക്കലി നൗ പ്രൈസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിക്വിഡിറ്റി ക്ലിയർഡ് അല്ലേ. അപ്പോൾ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കറിയത്തില്ല ഇനി പ്രൈസ് ഇതിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്കറിയത്തില്ല. ഈ ഒരു മേജർ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്നതേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി എൻട്രിയിലേക്ക് കടക്കാൻ പറ്റുമോ ഇല്ല. പക്ഷേ ഇവിടെ ഓൾറെഡി എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ എൻട്രി സെനാരിയോയിൽ വരുന്ന കാര്യമല്ല. ബിക്കോസ് മാർക്കറ്റ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യപ്പെട്ടതിന് ശേഷം സപ്പോസ് ഇതായിരുന്നു ലിക്വിഡിറ്റി റൈറ്റ്, ഈ ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ്. ഇവിടെ നമുക്ക് ഇത് നമ്മുടെ ലിക്വിഡിറ്റി. സോ ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് പറ്റണം, ഇങ്ങനെയായിരുന്നു ഇവിടെ ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ പ്രൈസ് താഴെ വരുമ്പോൾ നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലല്ലോ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ അതല്ലല്ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, മനസ്സിലായോ. അപ്പം നമ്മളുടെ എൻട്രി സെനാരി എന്ന് പറയുന്നത് ആ ട്രേഡ് ചെയ്ത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ പർട്ടിക്കുലർ ക്യാൻഡിലോട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുന്നതെന്ന് പറയുന്നത്. അപ്പം എക്സാക്ട്ലി ഏത് ക്യാൻഡിലിൽ എവിടെ ട്രേഡ് ചെയ്ത് ആ ട്രേഡ് ചെയ്ത് ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൈസ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി കാണുമ്പോഴാണ് നമ്മൾ ട്രേഡിലേക്ക് കയറാൻ പോകുന്നതെന്ന് പറയുന്നത്. നൗ ലിക്വിഡിറ്റി ക്ലിയർഡ് അല്ലേ. നൗ ഇനി നമുക്ക് ലിക്വിഡിറ്റി പൂള് ക്രിയേറ്റ് ചെയ്യണം. നൗ പ്രൈസ് അതിന് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പ്രൈസ് ബൈയിങ്ങിലേക്ക് വരണം. ഇപ്പം ബൈയിങ്ങിലേക്ക് വന്നു, ലിക്വിഡിറ്റി പൂള് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അതിനുള്ള ടാർഗറ്റ് ഉണ്ടോ നമുക്കിവിടെ ആക്ച്വലി. സോ ഇവിടെ നിന്ന് നമ്മൾ ട്രേഡ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ പ്രൈസ് ഈ ക്യാൻഡിൽ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് ആക്ച്വലി എത്രയുണ്ട്, 30, 32, 50 പോയിൻ്റുകളുണ്ട് റൈറ്റ്.
അപ്പം ഈ ഒരു എൻട്രി ഏരിയയിലേക്കായിരിക്കണം നമ്മളുടെ ടാർഗറ്റിലേക്ക് നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പ്രൈസ് ഇതിന് താഴെ വരുമ്പോഴത്തേന് ഇങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്ത് ഇറങ്ങി വന്ന ഈ എപ്പോഴും നമ്മൾ ഈ ലിക്വിഡിറ്റി പൂളിന് താഴെ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റിയുടെ താഴെ പ്രൈസ് പതുക്കെ ട്രേഡ് ചെയ്ത് പതുക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ആ കൃത്യം ആ റെഡിൽ വിളിച്ച് ആ റെഡ് പോയിന്റ് വെച്ച് തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പം റീപ്ലൈ ബട്ടൺ അടിച്ച് കഴിയുമ്പോഴത്തേനും ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റ് എങ്ങനെ അത് ക്യാച്ച് ചെയ്യുമെന്ന് കാണിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഓരോ ക്യാൻഡിൽ ബൈ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ സ്പീഡ് 0.1 വരെ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ആ കൃത്യം കിട്ടത്തില്ല. ഒറ്റ ക്യാൻഡിൽ നെക്സ്റ്റ് ഒരു ക്ലിക്കിന് അടുത്ത ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ? 71 പോയിൻ്റ് ഉണ്ട്, റൈറ്റ്? 71 പോയിൻറ്റിനകത്ത് നമുക്കൊരു 52 പോയിന്റ് മതി. സോ ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷനകത്ത് നമുക്ക് അതിൻ്റെ എപ്പോഴും ഒരു മിഡിൽ പോർഷനിലായിട്ട് നമ്മളെപ്പോഴും അധികം ഇതായിട്ട് പോരാ. നമ്മൾ പെട്ടെന്ന് നമുക്കൊരു 25 പോയിന്റ് ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷനിൽ നമുക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രീമിയത്തിൻ്റെ വ്യത്യാസം മാത്രം വരും അവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്തെന്ന് വിചാരിക്കുക. കാരണം ട്രേഡ് ചെയ്ത് ക്യാൻഡിൽ ഇങ്ങനെ റെഡ് കളറിൽ ഇതിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്ത് പ്രൈസ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യം ആ ബോട്ടം താഴെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഗ്യാപ്പ് എത്രയുണ്ട്? ഒരു 5 പോയിൻറ്റോ ഒരു 10 പോയിൻറ്റോ ഒക്കെ ആണെങ്കിലും സാരമില്ല, ഉണ്ട്, ഒരു 14 പോയിൻറ്റോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കണക്ക് പ്രകാരം ഒരു 14 അല്ലെങ്കിൽ ഒരു 20 പോയിൻറ്റോ ഇതിന് തൊട്ട് താഴെ പ്രൈസ് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യം അവിടെ വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് നമ്മളിവിടെ നോക്കിയേക്കുന്നത് ഈ ക്യാൻഡിലിൻ്റെ പകുതിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഈ ബോഡി പോർഷനിൽ മിറ്റിഗേഷനുള്ള ചാൻസസും വളരെ കൂടുതലാണ്, റൈറ്റ്? അപ്പം നമ്മൾ ടെക്നിക്കലി വി ആർ കീപ്പിംഗ് എ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചോ, ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുവാണെന്ന് വിചാരിച്ചോ. സോ ഇവിടുത്തെ കേസിൽ നമ്മളെ സംബന്ധിച്ച് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംഹൗ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പം നമ്മളുടെ ഇമോഷൻ ടിക്കിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന എൻട്രി ഏരിയയിൽ കൂടെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്താണ് പറ്റുന്നത്? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയില്ലോ എന്ന് ഓർത്ത് നമുക്കൊരു ടെൻഷനാണ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇമോഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വളരെ ക്വാണ്ടിറ്റിയുടെ സൈസ് കുറഞ്ഞായിരിക്കണം. അപ്പം ഏറ്റവും മിനിമം രീതിയിലുള്ള ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഇതിൽ ലൈവ് മാർക്കറ്റിൽ നമ്മളിതിങ്ങനെ നോക്കുമ്പം അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റും അവിടെ അത്രമാത്രം വരുന്നുണ്ടോ എന്ന് നമ്മൾ ക്ഷമയോട് കൂടെ നോക്കിയിരുന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൽ നമുക്ക് കിട്ടാറുണ്ടെങ്കിൽ നമുക്കിവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയാനും എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് സംഭവിക്കുന്നു? ടാർഗറ്റ് കിട്ടി, റൈറ്റ്? അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ടാർഗറ്റ് കിട്ടി. സോ ഇനി അടുത്ത സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും ഇതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. വേർ ആർ ദ മാസസ്? ഹിയർ ആർ ദ മാസസ്, അല്ലേ? ലവ്ലി പീപ്പിൾ. നമ്മളെല്ലാവരും ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അടുത്ത സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേനും പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. സോ എന്ത് സംഭവിച്ചു? ഇവിടെ വീണ്ടും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലേ? അപ്പം ഈ ലിക്വിഡിറ്റി പോയിന്റ് ഫ്രഷ് ആയിട്ടൊരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ വന്നു എന്നിട്ട് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഡബിൾ ബോട്ടം, അല്ലേ? അതിൽ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ നമ്മളെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടോ? ഇവിടെ ആക്ച്വലി നമുക്ക് ലിക്വിഡിറ്റി ടു ടാർഗറ്റ് ഉണ്ട്, പക്ഷേ ഇത് ഡബിൾ ടോപ്പ് ആണോ? അല്ല. അപ്പോൾ ഒരു 2 പ്രാവശ്യമെങ്കിലും പ്രൈസ് അവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അതിന് മുകളിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നതെന്ന് പറയുന്നത്. സോ ഇവിടെ ഇതിന് മുകളിൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ മാർക്കറ്റ് അതിന് സമയം കൊടുക്കുക, നമ്മളെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്കറ്റ് കുറച്ച് നേരം ട്രേഡ് ചെയ്യട്ടെ. അപ്പം മുന്നോട്ട് ട്രേഡ് ചെയ്ത് പോകുമ്പോൾ പ്രൈസ് നമ്മളെ സംബന്ധിച്ച് ഇപ്പം ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു, റൈറ്റ്? ഇനി പ്രൈസ് ഒരു ബൈയിങ്ങിലേക്ക് വന്നു, റൈറ്റ്? പ്രൈസ് ബൈയിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇനി പ്രൈസ് എന്ത് ചെയ്യണം? ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ റെഡ് ക്യാൻഡിലയിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ വി വിൽ ബി ടേക്കിംഗ് ദ ട്രേഡ്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ നോക്കുമ്പം പ്രൈസ് ഇതിന് താഴോട്ട് ഇറങ്ങി വരണം, അല്ലേ? അപ്പം ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഏത് ക്യാൻഡിലാണ് നമുക്ക് ഇറങ്ങി വരുന്നതെന്ന് നോക്കുമ്പോൾ ഞാനിവിടെ പറഞ്ഞു, ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന പോയിന്റിനെക്കാട്ടിലും ഒരു 15 പോയിന്റ് 16 പോയിന്റ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ആയിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്, അല്ലേ? ഇതുണ്ടോ? ഒരു 10-15 പോയിന്റ് ഇവിടെ താഴെ വരണം. അപ്പോൾ ഇവിടെ നോക്കി ഒരു 10-17 പോയിന്റോളം ഇവിടെ ഡിഫറൻസ് ഉണ്ട്, കണ്ടോ? 16 പോയിന്റ്. അപ്പം നമ്മളെ സംബന്ധിച്ച് എൻട്രി എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും. അപ്പം ഇതാണ് നമ്മളുടെ എൻട്രി ലൈൻ എന്ന് പറയുന്നത്, റൈറ്റ്? നമ്മളിവിടെ വെച്ച് ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങി വരുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ ഒരു 75% ടാർഗറ്റിൽ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പം ഇപ്പം നോക്കാം എങ്ങോട്ടാണ് പ്രൈസ് പോകുന്നത്, എൻട്രി കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാം. സോ അന്നത്തെ ദിവസത്തെ ട്രേഡിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നപ്പം നമുക്ക് ആക്ച്വലി 3 മണി കഴിഞ്ഞപ്പോൾ ട്രേഡിങ് കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞു. ഇനി
എൻട്രി ഒന്നും കിട്ടിയില്ല. പക്ഷേ വേറെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറേ പ്രീമിയം മെൽറ്റായി, കുറേ സമയം മെനക്കെട്ട് വെറുതെ പോയി. അപ്പോൾ ഇതിന് മുകളിൽ ഇവിടെ ഇതിന് മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. അപ്പം ഇതിന് ബോട്ടം രണ്ട് സൈഡിലും ഈ റീസെൻ്റ്ലി ക്രിയേറ്റഡ് ലിക്വിഡിറ്റി ഉണ്ട്. സോ നമ്മളെ സംബന്ധിച്ചൊരു റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. സോ മാർക്കറ്റ് ഇപ്പം പിറ്റേ ദിവസം വന്നപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതിന് മുകളിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അല്ലേ, പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? പ്രൈസ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരണം അല്ലേ. അപ്പം ഇവിടുത്തെ മുകളിലത്തെ പ്രൈസിൻ്റെ ലിക്വിഡിറ്റി ഓൾറെഡി ഈ പ്രൈസിൽ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അവിടെ ക്ലിയർ ഔട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്തിരിക്കുന്ന ഏരിയയിൽ പ്രൈസ് നേരെ താഴോട്ട് വരണം. അപ്പം ഈ ഒരു പോയിന്റിൽ നമുക്കിപ്പം ഒരു കൺഫ്യൂഷൻ ആണെന്ന് വിചാരിച്ചു. എന്താണ് ചെയ്യാൻ അറിയത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ ഫ്രഷ് ലിക്വിഡിറ്റി ക്രിയേഷൻ. നമുക്ക് ക്ലിയർ ആയിട്ട് ഇതുപോലെ ചാർട്ടിനകത്ത് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പെട്ടെന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം കൊണ്ട് മാർക്കറ്റ് അതിൻ്റേതായിട്ടുള്ള ഒരു ദിശ നമുക്ക് കാണിച്ചു തരും. അപ്പം ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എൻട്രി ചെയ്യേണ്ട. സോ നമുക്ക് ഇപ്പം നോക്കാം എന്ത് പറ്റിയെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് ഡിസ്കൗണ്ടിങ് അല്ലേ. അപ്പം ഇവിടെ വന്നിട്ട് നമ്മളുടെ റേഞ്ചിനകത്ത് കയറി. അപ്പോൾ ഇനി നോക്കുന്നത് റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു അല്ലേ. ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് പൊസിഷൻ എടുക്കാമല്ലോ. അപ്പോൾ ഇതിന് മുകളിൽ പ്രൈസ് വന്നിട്ട് താഴെ വന്നേച്ച് ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിൽ ഒരു 15 പോയിൻറ്റിൻ്റെ മുകളിൽ നമുക്കിവിടെ പ്രൈസ് മുകളിൽ വരണം അല്ലേ. ഇവിടെ ഒരു 10-18 പോയിൻറ്റ്. ഓക്കെ, കാരണം അതൊരു നമുക്ക് ആ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഒരു ഇതിൽ കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇതിപ്പോൾ 40-41 പോയിന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ടാർഗറ്റ് നോക്കാം എത്ര വരുന്നുണ്ട്. സോ എൻട്രി വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ സോ ലിക്വിഡിറ്റി പ്രൈസ് മുകളിലോട്ട് വന്നു, അടുത്ത ക്യാൻഡിൽ വന്നു. സോ 15 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതല്ലായിരുന്നു നമ്മുടെ പോയിന്റ്, അവിടെ നിന്ന് 15-18 പോയിൻറ്റോളം മുകളിലോട്ട് വരണം. 15 പോയിൻറ്റ്. സോ ഇതിപ്പോൾ കറക്റ്റായിരുന്നു, റൈറ്റ്. സോ അവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഓൾറെഡി അത് വന്നു. നമുക്ക് എൻട്രി ടെക്നിക്കലി എൻട്രി കിട്ടിയില്ല എങ്കിൽ പോലും പ്രൈസ് ആക്ഷൻ അവിടെ വന്ന് കറക്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. ചെറിയൊരു 2 പോയിൻറ്റിന് എൻട്രി മിസ്സായിപ്പോയി അല്ലേ. അപ്പോൾ സാരമില്ല, നോ പ്രോബ്ലം. പക്ഷേ നമുക്ക് എൻട്രിയിലേക്ക് വരുന്നുണ്ട്. സോ കംപ്ലീറ്റ് ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തു, റൈറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ്, ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നു, റൈറ്റ്. ഇത് എൻട്രി ഉള്ളതല്ല കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഈ ലിക്വിഡിറ്റി ഈ ഏരിയ കംപ്ലീറ്റ് ലിക്വിഡേറ്റ് ചെയ്തു. അപ്പോൾ ആക്ച്വലി ഇതായിരുന്നു നമ്മളുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് അല്ലേ. എക്സ്ട്രീം ബോട്ടം പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ലിക്വിഡിറ്റിയും ഇത് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതിന് ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ലിക്വിഡിറ്റി ക്ലിയർ. അപ്പോൾ നമുക്കിനി ഒന്നും നോക്കാനില്ല, ലിക്വിഡിറ്റി ക്ലിയർഡ് ആണ്. ഇനി ബൈങ് വരണം, ഒരു ലിക്വിഡിറ്റി ടു ടാർഗറ്റ് എന്നുള്ള ഒരു ഇത് കിട്ടണം. ഒരു 15 പോയിൻറ്റ് താഴെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി ഉള്ളൂ, റൈറ്റ്. സോ ബൈയിങ് വന്നോ? ഇല്ല, സെല്ലിങ്ങിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, പോട്ടെ. വീണ്ടും ബൈയിങ് വന്നോ? ഇല്ല. ഇപ്പോൾ ബൈയിങ് വന്നു, റൈറ്റ്. ഇനി ബൈയിങ് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? ഈ ബൈയിങ് വന്നിരിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ബോഡി പോർഷൻ എത്രയുണ്ട്? ഇത്ര ഉണ്ട്, 30 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 30 പോയിൻ്റ് നമുക്കിവിടെ ആ ബൈയിങ് വന്നാക്കുന്നതിനകത്തുണ്ട്. ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിക്വിഡിറ്റിയും കൂടെ മാർക്കറ്റ് അൾട്ടിമേറ്റ്ലി അത് ക്ലിയർ ഔട്ട് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമ്മൾ ഒരു 15 പോയിൻറ്റ് താഴെ വെച്ച് നമ്മൾ പിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു 15 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇത്രത്തോളം വരും. അപ്പം ഇവിടുന്ന് ഒരു ഇത്രയും പോയിൻ്റ് ഡിഫറൻസിൽ നമുക്ക് ബൈയിങ് എൻട്രി വരണം. മുകളിലേക്ക് പോയിട്ട് പ്രൈസ് പെട്ടെന്ന് താഴോട്ട് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ദ ട്രേഡ് ആൻഡ് എക്സിറ്റിംഗ് ഇറ്റ്. ഓക്കെ, അത് ഷുവർ ഷോർട്ട് എൻട്രി നമുക്ക് കിട്ടും എന്ന് തോന്നുന്നു, നോക്കാം. സോ മുകളിലോട്ട് പോയി. അപ്പം നമ്മൾ ടാർഗറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ വെരി ഗുഡ്. സോ ഇനി പ്രൈസ് വീണ്ടും ടാർഗറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബൈങ്ങിലേക്ക് പോകുന്നു. പ്രൈസ് മുകളിലോട്ട് വന്നു, താഴോട്ട് വന്നു. അപ്പം അതിൽ ലിക്വിഡേറ്റ് ചെയ്തോ? ഇല്ല. നമ്മളുടെ റൂള് പ്രകാരം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ എക്സാക്ട്ലി എൻട്രിയിൽ ടാഗ് ചെയ്തു, കണ്ടോ? എൻട്രിയെ ടാഗ് ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ നോക്കുന്നത് നമ്മൾക്ക് ഇവിടെ എത്രയോളം ക്ലിയർ ടാർഗറ്റ് ഉണ്ട്. ഇവിടം വരെയും ടാർഗറ്റ് ഉണ്ട് അല്ലേ. ഈ ഒരു ക്യാൻഡിൽസ് എല്ലാം മിറ്റിഗേറ്റഡ് ആണ്. സോ എക്സ്ട്രീം കേസിൽ ഇതിൻ്റെ ഒരു ഹാഫ് വൈൽ നമുക്ക് വെക്കാൻ പറ്റും. ഒരു 70 പോയിൻറ്റ് കൃത്യമായിട്ട് നമുക്ക് ടാർഗറ്റ് ഷുവറായിട്ടും കിട്ടും. ഇതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. നോക്കാം, കണ്ടോ? ക്ലിയർ ആയിട്ട് നമുക്ക് ആ എൻട്രി സെനാരിയോ ക്ലിയർ ആയിട്ട് കിട്ടി. അപ്പോൾ ഒരു 70 പോയിൻറ്റോളം കൃത്യമായിട്ട് കിട്ടി. സോ വാട്ട് ആർ വി ഡൂയിങ്? ബൈയിങ് ഇറ്റ് ലോ, റൈറ്റ്.
അപ്പോൾ നമ്മൾ ധൃതി പിടിച്ചിട്ട് നമ്മൾ ആ ഷുവർ ഷോട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കുമ്പം നമ്മളൊരു റൂൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഈ വന്നിരിക്കുന്ന ലിക്വിഡിറ്റിയെക്കാട്ടിലും 15 പോയിൻറ്റ് താഴെയോ നമ്മൾ അല്ലെങ്കിൽ 20 പോയിൻറ്റ് നമ്മൾ താഴെയോ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അത് പിടിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മളുടെ ടാർഗറ്റ് ലെവൽ മുകളിലേക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും, ട്രേഡിൽ നിന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ധൃതിയില്ല താനും, മനസ്സിലായോ? അപ്പോൾ ധൃതി പിടിക്കാതെ നമുക്ക് വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് ആ ഈ പർട്ടിക്കുലർ ട്രേഡ് ചെയ്ത് താഴോട്ടിറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പം ഒരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ച്വൽ റെഫറൻസോട് കൂടിയാണ് നമ്മൾ മാർക്കറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അന്നേരം പേടി തോന്നത്തില്ല ഇതിനകത്ത് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അങ്ങനെ പേടി തോന്നാതിരിക്കണമെങ്കിൽ ഈ ബാക്ക് ടെസ്റ്റിംഗ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുക, ഈ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം 15 പോയിൻറ്റ് വെച്ചാൽ എത്ര, ഓരോ ട്രേഡും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം എഴുതി വെക്കുക. അപ്പോൾ ഇത് ട്രേഡ് സക്സസ്ഫുള്ളായി, ബട്ട് അതിനകത്തെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു, ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം എത്ര പോയിന്റ് വരെ മാർക്കറ്റ് താഴെ വന്നിരുന്നു, റൈറ്റ്? അപ്പം നമുക്ക് ഇതുപോലെ ഒരു 15-20 എണ്ണം ചെയ്ത് നോക്കുമ്പം നമുക്കൊരു റിസൾട്ട് കിട്ടും. മിക്കവാറും പ്രാവശ്യങ്ങളിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന എൻട്രി 15 പോയിൻറ്റിനെക്കാട്ടിലും താഴെ 25 പോയിൻറ്റിൽ പല പ്രാവശ്യവും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 25 പോയിൻറ്റിലോട്ട് ഫോക്കസ് ചെയ്യും. അപ്പം പെട്ടെന്ന് നമുക്ക് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകാനും പറ്റും, റൈറ്റ്? അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് പലതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ റിപ്പീറ്റഡ്ലി വീണ്ടും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിത് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇത് എത്ര പോയിൻറ്റോളം അതിൻ്റെ റിയാക്ഷൻ വരുന്നുണ്ട് ഏകദേശം. അതായത് ഒരു 20 പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു 35 പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം അതിനകത്ത് എത്ര പോയിന്റിലാണ് നമ്മളുടെ എൻട്രി സെനാരിയോസ് കോമൺലി നമ്മൾ ടാഗിനാകുന്നത്, അത് എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ടാർഗറ്റ് ലെവല് അത് 50% മിറ്റിഗേഷൻ വരുന്നതും 100% വരുന്നതും 80% മിറ്റിഗേഷൻ വരുന്നതും എത്ര ട്രേഡിന് ആവറേജ് എത്ര എണ്ണം കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ അറിയാതെ ബിൽഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് എന്തെല്ലാം വയലൻറ്റ് ബിഹേവിയറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും യു നോ വാട്ട് യു ആർ ഡൂയിങ്. മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് അവർക്ക് എന്താണ് അറിയത്തില്ലാത്തത്, എല്ലാവരും ഫെയിലാകുന്നതിൻ്റെ കാര്യം എന്താണ്? ആക്ച്വലി ഫെയിലാകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, യു ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്, റൈറ്റ്? ആൻഡ് യു ഡു വാട്ട് യു ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്, അണ്ടർസ്റ്റാൻഡ്? അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ ഈ അറിയത്തില്ലാത്ത കാര്യം വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഫെയിലിയറിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, റൈറ്റ്? ഇപ്പം നമ്മൾ 25 പോയിൻറ്റിന് പറഞ്ഞു. അപ്പോൾ ഇനി ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? ഇതിന് ബോട്ടമാണ് ലിക്വിഡിറ്റി. ഇതിപ്പോൾ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, റൈറ്റ്? അപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇതൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ നമുക്കിനി ട്രേഡ് ചെയ്യണമെങ്കിൽ എയ്തർ പ്രൈസ് ഇതിന് അപ്പുറം ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പം നാച്ചുറലി അവിടുത്തെ പ്രീമിയത്തിൻ്റെ അപ്രിസിയേഷനും ഡിപ്രിസിയേഷനും ഒക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിട്ട് അതിൻ്റെ DK എല്ലാം കഴിഞ്ഞേച്ച് നിന്നോളും, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറൈറ്റ്, നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് വാട്ട് ഹാപ്പൻഡ്, ഇപ്പം അടുത്ത ട്രേഡ് വന്നു കഴിഞ്ഞപ്പം ആക്ച്വലി ഇവിടെ ഒരു ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നുണ്ട്. ഇതൊരു ലിക്വിഡിറ്റി പൊസിഷനാണ്, 22 പോയിൻറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 50 പോയിൻറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് മിറ്റിഗേഷൻ ഒരു 50 പോയിൻറ്റ് വേണമെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കണം? ഒരു 50 പോയിൻറ്റ് നമുക്ക് ഇവിടെ മിറ്റിഗേഷൻ വേണമെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ ഇറങ്ങി വരുന്ന ക്യാൻഡിലിൻ്റെ ഇത് മിറ്റിഗേഷൻ ആണെന്ന് വിചാരിക്കാം, റൈറ്റ്? ഇവിടെ ടാർഗറ്റ് വേണമെന്ന് വിചാരിക്കാം. അങ്ങനെ ടാർഗറ്റ് വേണമെങ്കിൽ ഇത് എത്ര പോയിൻ്റ് ഉണ്ട്? 68 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഒരു 50 പോയിൻറ്റ് മതി എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ക്യാൻഡിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് എൻട്രി ഇവിടെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ. ബിക്കോസ് ഇത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് പോലും എന്താണ്, പ്രൈസ് അതാണ് ക്യാൻഡിൽസ്റ്റിക് മാസ്റ്ററിക്കകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം. പ്രൈസ് ഇവിടം വരെ ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ വന്നേച്ച് ഇവിടെ തിരിച്ചിറങ്ങി വരുമ്പം ആക്ച്വലി ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഈ റേഞ്ച് വരെ തീർന്നിരിക്കുകയാണ് ഇവിടെ, മനസ്സിലായോ ഞാൻ പറയുന്നത്? ബിക്കോസ് പ്രൈസ് താഴെ വന്നു, മുകളിൽ പോയി, താഴെ വന്നു. ഒരു ഏരിയ കൂടെ 2 പ്രാവശ്യം 3 പ്രാവശ്യം പ്രൈസ് പോയി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ, അല്ലേ? അപ്പോൾ ഇവിടെ വരെ മിറ്റിഗേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രൈസ് വരുവാണെങ്കിൽ ഇവിടം വരെ വരുള്ളൂ. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സെനാരിയോ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 50 പോയിൻ്റ് ആണെങ്കിൽ പ്രൈസ് താഴോട്ട് വരുമ്പം എൻട്രി ഇതിനൊപ്പം വെച്ചെടുക്കുകയാണെങ്കിൽ, എൻട്രി ഇവിടെ വെച്ചിട്ട് ടാഗ് ചെയ്ത് കിട്ടുവാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഇതാണ് താനും. ഓക്കെ, അപ്പം ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, സോ എൻട്രി കിട്ടിയില്ല, അണ്ടർസ്റ്റുഡ്? പക്ഷേ
ടാർജറ്റിലേക്ക് വീണ്ടും കയറിപ്പോയി. ഓക്കെ, നൗ ലീവ് ഇറ്റ്. അടുത്ത ലിക്വിഡിറ്റി ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി നിൽക്കുന്നു. ഓക്കെ, നൗ ഇത് ലിക്വിഡേറ്റ് ചെയ്തു. ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ഇനി ബൈയിങ് വരണം. ബൈയിങ് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ടാർജറ്റിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ ടാർജറ്റ് വന്നു, റൈറ്റ്. നൗ ഇനി എന്ത് ചെയ്യണം? ഈ ഒരു എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് ഇവിടെ നമുക്കൊരു 15 പോയിൻറ്റ് 20 പോയിൻറ്റ് നമ്മൾ നോക്കുന്നു. അപ്പം ആക്ച്വലി ഇനി വരുന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് റെഡ് കളറിൽ ഇതിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്കറിയാം ഇവിടെ ഒരു ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ഫ്രഷ് ലെവലാണ്. അപ്പോൾ പ്രൈസ് ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് ലിക്വിഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റും. സോ ഒരു ബിഗ് ടാർഗറ്റിലേക്ക് നമുക്ക് ഇങ്ങോട്ട് നോക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിറ്റിഗേഷൻസ് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളുടെ ഇതെന്ന് പറയുന്നത്, ഏത് എൻട്രി ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഒരു 15 പോയിൻറ്റ് അല്ലെങ്കിൽ 20 പോയിൻറ്റ് നമ്മളിവിടെ വെച്ചു. സോ കിട്ടുമെന്ന് നോക്കാം. സി അത് കറക്റ്റ് ആ ഒരു ഏരിയ വന്നിച്ച് പ്രൈസ് മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് എൻട്രി ആക്ച്വലി മിസ്സായി. അണ്ടർസ്റ്റുഡ്? അപ്പം ഇതിനകത്ത് നിന്ന് എന്താണ് ആക്ച്വലി നമുക്ക് മനസ്സിലാകുന്നത്? പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ലിക്വിഡേഷൻ എങ്ങനെയാണ് മാർക്കറ്റ് ഓവറോൾ ഒരു മാർക്കറ്റിൻ്റെ കണ്ടക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ ഈ കറക്റ്റ് ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ നമുക്കറിയത്തില്ല ഇത് ഇവിടെ വരാൻ വരുമോ ഇല്ലയോ നമുക്കറിയത്തില്ല, റൈറ്റ്? സോ ഇനി നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒരു മുന്നോട്ടുള്ള ഒരു കുറച്ച് റേഞ്ചിലേക്ക് നമുക്ക് മാർക്കറ്റ് ഒന്ന് ഫാസ്റ്റാക്കി വിടാം. സോ ഇവിടെയെല്ലാം നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കാമെന്നുള്ളതാണ്. സോ ഇങ്ങനെ വന്ന് നിൽക്കുക മാർക്കറ്റ്. ഒരു ദിവസം രാവിലെ വരുമ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് നെക്സ്റ്റ് ഡേയിലെ മാർക്കറ്റാണ്, ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ലിക്വിഡിറ്റി നോക്കുന്നു. ഇതാണ് ലിക്വിഡിറ്റി, റൈറ്റ്? അപ്പം ഇവിടെ നോക്കുമ്പം ഇതാണ് ലിക്വിഡിറ്റി. സോ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, സോ ലിക്വിഡേറ്റ് ചെയ്തു. സോ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു മൈനർ ലിക്വിഡിറ്റിയാണ്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ നമ്മുടെ ലവലി ഹ്യൂമൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് നമ്മളിത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ഫോർമേഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം എൻട്രി സെനാരിയിലേക്ക് നമുക്ക് ക്ലബ് ചെയ്ത് കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം, ഓൾ റൈറ്റ്. അപ്പം ഇവിടെ നോക്കുന്നു, ബൈയിങ് വന്നു നോക്കുന്നു. സോ ബൈയിങ് വന്നു, പെർഫെക്റ്റ്. ബൈയിങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ ടാർജറ്റ് വരുന്നുണ്ട്, റൈറ്റ്? നമ്മളെ സംബന്ധിച്ച് ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവിടെ ഒരു 15 പോയിൻറ്റ് താഴെ നമ്മൾ ഇവിടെ വെക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടാർജറ്റ് ഏകദേശം ഇങ്ങോട്ട് വരുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ ഇംബാലൻസ് ഫിൽ ഔട്ട് ചെയ്യുന്നു, ഇവിടെ വരുന്നു. ഈ പ്രൈസ് താഴെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഒന്ന് വെച്ചാൽ മുകളിലോട്ട് കയറി പോകും. അപ്പോൾ നോക്കാം എങ്ങനെ വരുന്നെന്ന്. നോ നമ്മൾ എൻട്രിക്കകത്ത് ടാഗിൻ ചെയ്തു, അല്ലേ? നമ്മുടെ എല്ലാ ക്വാളിറ്റിയിലും നമ്മൾ എൻട്രിക്കകത്ത് ടാഗിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു മൈനർ ഇംബാലൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ എല്ലാം താഴോട്ടാണ് പോരുന്നത്. എനിവേ 100% ഷുവർ ഈ ഒരു പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ പ്രൈസ് നേരെ താഴെ പോയാലും മുകളിലോട്ട് കയറി വരും, മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ബിക്കോസ് ഇത് ഈ ലൈൻ ഇനി കളഞ്ഞേക്കാം. സോ ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് അൺമിറ്റിഗേറ്റഡ് ആണ്, അല്ലേ? താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ, ഒരു ഡിസ്റ്റർബിങ് ക്യാൻഡിൽ. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് 149 പോയിൻ്റ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു 100 പോയിൻ്റുള്ള നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, കിട്ടുമെന്ന് നോക്കാം. സോ നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം ഇഫ് വി ആർ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ് സെറ്റപ്പ് നമുക്ക് നോക്കാം എല്ലാം നടക്കുമെന്ന് നോക്കാം. സോ കറക്റ്റ്, പെർഫെക്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് പക്ഷേ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഇങ്ങോട്ട് താഴെ വന്നു, പിന്നെ ഇവിടെ താഴെ വന്നു, അതിനുശേഷം വീണ്ടും പ്രൈസ് എനിവേ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ടാർഗറ്റ് പോയി ഹിറ്റായി, റൈറ്റ്? അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസിൻ്റെ ഈ ടെക്നിക്കലി നമ്മൾ നോക്കുമ്പം ക്യാൻഡിൽ സ്റ്റിക്ക് മിറ്റിഗേറ്റ് ചെയ്യാതെ ഇതുപോലെ തന്നെ വൺ ആഫ്റ്റർ അനദർ താഴോട്ട് ഇതിൻ്റെ ബോഡി നോക്കി ഇതിന് താഴെ വന്ന് ക്ലോസ് ചെയ്തു, ഒരു കുറച്ച് മുകളിലോട്ട് കയറിപ്പോയി, അല്ലേ? ഈ കുറച്ച് മുകളിലോട്ട് കയറി പോകുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമാണ്. നമ്മുടെ ടാർഗറ്റ് അവിടെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയും താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പ്രൈസ് മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാലും പ്രശ്നമില്ല. ബിക്കോസ് ഇവിടെ ഇംബാലൻസ് അവിടെ ഒരു ക്വാണ്ടിറ്റി അധികം എക്സ്ചേഞ്ച് ചെയ്യാതെ പ്രൈസ് നേരെ താഴോട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് നടക്കുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ താഴോട്ട് ഇവിടെ പ്രൈസ് വന്നു, ഇതിന് ശേഷം ബൈയിങ്ങിലേക്ക് വന്നു, റൈറ്റ്? ബൈയിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇത് ആക്ച്വലി മിറ്റിഗേഷൻ നടത്തി, വീണ്ടും കണ്ട മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ മിറ്റിഗേഷൻ നടത്തി. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ഫൈൻഡിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത് ഇവിടെ
ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അൺമിറ്റിഗേറ്റഡ് പോർഷൻസും കൂടെ നമ്മൾ നോക്കുക. ബിക്കോസ് ഇറ്റ്സ് എ 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൈസ് ആക്ഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഒരു സെനാരിയോ നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് കാണണം അല്ലേ. എങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രേഡിൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യത്തുള്ളൂ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഫോർമേഷനിലേക്ക് നമുക്ക് നോക്കാം. സോ പ്രൈസ് വീണ്ടും അതർ ഡയറക്ഷനിൽ പോവുക. സോ നമുക്ക് കുറച്ച് നേരം പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കാം. നല്ലൊരു ലിക്വിഡിറ്റി നെക്സ്റ്റ് അതല്ലോ വെരി ഹൈ മൂവ്മെൻറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ. ഇതും ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി അതിനുശേഷം പ്രൈസ് മോളി വന്ന് ഈ ലിക്വിഡിറ്റി ഇനി സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു റേഞ്ചിനകത്തായി നിൽക്കുന്നത്. അപ്പോൾ ഫ്രഷ് ലിക്വിഡിറ്റി ഇവിടെ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഒന്നും കൂടെ ഡബിൾ ടോപ്പ് പോലത്തെ ഒരു ഫോർമേഷൻ കൂടെ വേണം. സോ നമ്മൾ ആ റേഞ്ച് ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നു. സോ ഇവിടെ നിന്ന് നേരെ ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇത് ലിക്വിഡേറ്റ് ചെയ്തു, റൈറ്റ്. ലിക്വിഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു? ഈ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പം നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് ഏറ്റവും ലോവസ്റ്റ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബോക്സ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ടാർഗറ്റ് കണ്ടുപിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ്. ഈ ഒരു ബോക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത്, റൈറ്റ്. തിരിച്ച് പ്രൈസ് മിറ്റിഗേഷൻ ചെയ്യാൻ വരുമ്പോഴത്തേനും അൺമിറ്റിഗേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് വൺ ടൈം അൺമിറ്റിഗേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 50% ആയിരിക്കണം നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, ഇതിന് ഒരു 50% ആയിരിക്കും. അപ്പോൾ പ്രൈസ് ഇങ്ങനെ താഴെയിറങ്ങി വരുമ്പം തിരിച്ച് കയറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ എത്ര പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത്? 50 പോയിൻറ്റ്. ഇതിപ്പോൾ എത്ര പോയിൻ്റാണ് നോക്കുന്നത്? 50 പോയിൻറ്റിൻ്റെ ഒരു ട്രേഡാണെന്ന് വിചാരിച്ചു. 50 പോയിൻറ്റിൻ്റെ ട്രേഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ആണ് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലേ. ഇത്രേ ഉള്ളൂ നമ്മളുടെ 50 പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇത്ര ആയിരിക്കണം 50 പോയിൻറ്റ്. ഇത് മിറ്റിഗേഷൻ കൂടെ കൂട്ടിയിട്ട് ഇവിടം വരെ വെച്ചോ, റൈറ്റ്. അപ്പം പ്രൈസ് ഇങ്ങനെ ട്രേഡ് ചെയ്ത് താഴോട്ടിറങ്ങി വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്യാച്ച് ചെയ്യേണ്ടത് ഈ ഒരു മൂവ്മെൻറ്റിലായിരിക്കണം നമ്മൾ. ബിക്കോസ് നമുക്കൊരു ക്ലിയർ ഫോർമേഷൻ ഓഫ് ടാർഗറ്റ് നമുക്ക് കാണുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കുന്നു, 50 പോയിൻറ്റിലുള്ള ട്രേഡിലേക്കാണ് നോക്കുന്നത്. കിട്ടിയില്ല, അത് പോയി. അത് പോയി. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. ഈ ലിക്വിഡിറ്റിയും ഇതിൻ്റെ എല്ലാം കൂടെ ഹയസ്റ്റ് ഈ ഒരു ബോഡി ഫോർമേഷൻ നമ്മൾ നോക്കുന്നു. അപ്പോൾ അതിന് മുകളിൽ ട്രേഡ് ചെയ്തതെന്ന് നോക്കാം. സോ അതിന് മുകളിൽ ട്രേഡ് ചെയ്ത് പ്രൈസ് കയറി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഒരു സെല്ലിങ് വരണം. സെല്ലിങ് വന്നു കഴിഞ്ഞിട്ട് ബൈങ്ങിലേക്ക് വരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഏതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്? ഷോർട്ട് പൊസിഷൻ. ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, അൺമിറ്റിഗേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പം നമ്മളുടെ എൻട്രിയുടെ ഒരു 15 പോയിൻറ്റ് ഗ്യാപ്പ് മിനിമം നമ്മൾ വെക്കുക. ഇതിപ്പോൾ 13 പോയിൻറ്റേ ഉള്ളൂ. സോ ഒരു ശകലം കൂടെ മുകളിൽ നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മളുടെ ഇതെന്ന് പറയുന്നത്, എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ 3 മണിയായി, മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ തുടങ്ങുവാണ്, റൈറ്റ്. അപ്പോൾ നമുക്ക് എൻട്രി ഉണ്ടോ? ഇല്ല. 15 കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി ഒരു 2 ക്യാൻഡിലും കൊണ്ട് ആ ദിവസം തീർന്നു. അപ്പോൾ എൻട്രി ഇല്ല. സോ ലീവ് ഇറ്റ്. സോ നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ ലിക്വിഡിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി. അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി തുടങ്ങും. സോ അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തു. ബൈങ് വന്നോ? ഇല്ല. സോ ഒരു ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പം ബൈങ് വന്നു. സോ ഇനി നമ്മളെ സംബന്ധിച്ച് എന്ത് സംഭവിക്കണം? ബൈങ് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഇതായിരിക്കും നമ്മളുടെ ഈ അൺമിറ്റിഗേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടം വരെയും വരണം. അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 50 പോയിൻറ്റിൻ്റെ മിനിമം നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻട്രി ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വെച്ചിട്ടായിരിക്കണം നമ്മുടെ എൻട്രി ലെവൽ. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ എൻട്രിയും 15-20 പോയിൻറ്റിന് താഴെയാണ് തന്നെ. അപ്പോൾ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷേ പ്രൈസ് തെരി ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തത് വൺ ആഫ്റ്റർ അനദർ ക്യാൻഡിൽ ഇതുപോലെ താഴെയിറങ്ങി വരുവാണെങ്കിൽ പെട്ടെന്ന് ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, റൈറ്റ്. സോ ഇവിടെ നമ്മൾ എൻട്രിയിൽ കയറി. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽസ് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ ആ ഉറച്ച് നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ നിൽക്കുവാണ്, റൈറ്റ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മളുടെ മിറ്റിഗേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കോൺഫ്ലുവൻസസ് എന്തൊക്കെയാണ്?
ഇംബാലൻസ് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ ഇത്രയും വലിയ ക്യാൻഡിൽ വന്നതുകൊണ്ട് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴോട്ട് പോയി എങ്കിൽ പോലും പ്രൈസ് ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ചെയ്ത് നമ്മുടെ മുകളിലേക്ക് വന്നു. അപ്പോൾ പ്രൈസ് എന്താണെങ്കിലും ഈ ഒരു ഏരിയ മിറ്റിഗേഷന് വേണ്ടിയിട്ട് പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറി വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഷുവർ ഷോർട്ട് എൻട്രിയാണ്. അപ്പോൾ നമ്മൾ 100% നമുക്ക് കോൺഫിഡൻസോടുകൂടി ഇരിക്കാൻ പറ്റും അവിടെ. അപ്പോൾ 1-2 പ്രാവശ്യം പ്രൈസ് താഴെ പോയി കഴിഞ്ഞാലും എനിവേ പ്രൈസ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ടച്ച് ചെയ്യാതെ പോകത്തില്ല. കണ്ടോ, അടുത്ത ക്യാൻഡിൽ അത് ക്ലിയർ ഔട്ട് ചെയ്ത് കളഞ്ഞു. സോ നെക്സ്റ്റ് തീർന്നു. സോ ട്രേഡ് പെർഫെക്റ്റ് നമ്മൾ ബൈയിങ് അറ്റ് ബോട്ടം എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ നെക്സ്റ്റ് അടുത്ത ട്രേഡ് സെറ്റപ്പിൽ നമുക്ക് നോക്കാം എന്ത് പറ്റും നോക്കാം. സോ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. സോ ഇങ്ങനെ വരുമ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൺനെസസറി എൻട്രീസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യത്തില്ല. സോ ഈ ഒരു പർട്ടിക്കുലർ സെനാരിയോയിൽ ഇവിടെ എക്സ്ട്രീം കേസിൽ ഇവിടെ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്തു. ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു സെല്ലിങ് വന്നു, റൈറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് ഇത്രേ ഉള്ളൂ, റൈറ്റ്. ടാർഗറ്റ് ഇതേ ഉള്ളൂ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാർഗറ്റ് വരണമെങ്കിൽ പ്രൈസ് ഇതിന് മുകളിൽ ട്രേഡ് ചെയ്ത് കയറി വരണം അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നോ ഇല്ല, വേറെ പ്രൈസ് താഴോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഇൻവാലിഡ് സെറ്റപ്പാണ്. വീണ്ടും നമ്മൾ പ്രൈസ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രഷ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ഈ ഒരു ഇതിൻ്റെ ഒരു ഒന്നും ഇത് 2 ഇത് 3 പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ എക്സ്ട്രീം ഹൈ പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ പ്രൈസ് ഇതിന് മുകളിലെ പ്രൈസ് എപ്പം ട്രേഡ് ചെയ്യുന്നോ അതുപോലെ നമ്മുടെ ക്വാളിറ്റിയിലുള്ള സംഭവം വരുമ്പോൾ നമുക്ക് എൻട്രിയിലേക്ക് കിടക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ പ്രൈസ് അന്നത്തെ ദിവസം തീർന്നു. കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ തീർന്നു. അപ്പോൾ നമ്മൾ കുറേ എൻട്രി എടുക്കാതെ അവിടെ രക്ഷപ്പെട്ടു. ഇനി നെക്സ്റ്റ് ഡേ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ലിക്വിഡേറ്റ് ചെയ്തു, റൈറ്റ്. സോ ഇനി ബൈയിങ് വരണം അടുത്ത ക്യാൻഡിൽ. സോ ബൈയിങ് വരട്ടെ. സോ ഇത് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് തന്നെ പോയി, റൈറ്റ്. താഴോട്ട് വന്നതിന് ശേഷം മുകളിലോട്ട് വന്നിട്ട് ഇവിടെ താഴോട്ട് ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി വരുന്നതെന്ന് പറഞ്ഞാൽ. സോ ഇവിടെ പ്രൈസ് വീണ്ടും ലിക്വിഡേറ്റ് ചെയ്തു, നമ്മളുടെ ബോട്ടം ഇത് ക്ലിയർ ഔട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇംബാലൻസ് ക്രിയേറ്റ് ഉള്ളത് കൊണ്ട് പ്രൈസ് റിവേഴ്സ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ പോലും മിറ്റിഗേഷൻ വന്നേക്കുന്നുണ്ടോ. അപ്പോൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മിറ്റിഗേഷൻ ഏകദേശം 100% പോയി. അപ്പോൾ ഇനിയും നമ്മൾ പ്രൈസിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളുടെ ട്രേഡിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും. അപ്പം 50 പോയിൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയോട്ട് മിറ്റിഗേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അൺമിറ്റിഗേറ്റഡ് ആയിട്ട് പ്രൈസ് ഇങ്ങനെ താഴോട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് തിരിച്ച് കയറി വരും, മനസ്സിലായോ. അപ്പോൾ ഇതെല്ലാം ബേസ്ഡ് ഓൺ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മിറ്റിഗേഷനും അതുപോലെ തന്നെ പ്രൈസ് ആ ഏരിയയിൽ കൂടെ എത്ര പ്രാവശ്യം ട്രേഡ് ചെയ്ത് പോയി എന്നതിനെയൊക്കെ വെച്ചിട്ടാണ് ഈ ലിക്വിഡിറ്റി ഫോർമേഷൻ തന്നെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല ഇപ്പം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ടാഗ് ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രൈസ് താഴോട്ട് വന്നു, റൈറ്റ്. ഇവിടെ നോക്കിയേ, പ്രൈസ് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഇത്രയും കയറി മിറ്റിഗേറ്റ് ചെയ്തു, അതിനുശേഷം താഴോട്ട് വന്നു. അപ്പോൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് എൻട്രി ക്വാളിഫൈഡ് ആയി. അപ്പോൾ നമ്മളിവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് ടാഗിങ് ചെയ്തു. ബിക്കോസ് ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിന് മുമ്പേ അൺമിറ്റിഗേറ്റഡ് ക്യാൻഡിലാണ് നമ്മുടെ ഏരിയയിൽ കൂടി ഇറങ്ങി വരുന്നത്. അപ്പോൾ ഒരു 50 പോയിൻറ്റിന് മിറ്റിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നോക്കുമ്പോൾ അതെന്താണെങ്കിലും പ്രൈസ് അങ്ങോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ടാർഗറ്റ് കിട്ടുന്നുണ്ടോ എന്ന്. ആക്ച്വലി ഇതുണ്ടോ, ഈ ഒരു പോയിന്റിൽ എത്ര പോയിന്റ് ഇവിടെ നിന്ന് നമ്മൾ എൻട്രി ഏരിയയിൽ നിന്ന് വന്നെന്ന് നോക്കി. ഇതുണ്ട്, ഈ ഒരു കറക്റ്റ് ഈ പോയിന്റ് വരെ 45 പോയിന്റ് വന്നു. അപ്പോൾ നമുക്ക് മിസ് ഔട്ട് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് എവിടം വരെയാണ്, ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എത്രയാണ്, ജസ്റ്റ് 14 പോയിന്റിന് ടാർഗറ്റ് മിസ്സായി, റൈറ്റ്. എങ്കിൽ പോലും പ്രൈസ് അതിന് ശേഷം എന്ത് സംഭവിച്ചു നോക്കാം, ഭയങ്കര ഹെവി ഫോളോ വന്നു, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്താണേലും അതിനകത്ത് നിന്ന് ഔട്ടായി പോകും. സോ നമ്മൾ ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. സോ ഇവിടെ അൺമിറ്റിഗേറ്റഡ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി വൈസ് നമ്മൾ നോക്കുമ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, പ്രൈസ് നേരെ താഴ്ട്ട് നോക്കിയാൽ ബോഡിയെ മാത്രം ഇത് ചെയ്യുമ്പോഴത്തേനും. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ അൺമിറ്റിഗേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി ഫോർമേഷനിൽ വന്നിട്ട് പ്രൈസ് നേരെ താഴ്ട്ട് പോകുന്നു. നമ്മളപ്പം ബോഡിയെ ഫോക്കസ് നമ്മൾ ചെയ്തില്ല, വേറെ അൺമിറ്റിഗേറ്റഡ് ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്തു. അപ്പം മോസ്റ്റ്ലി നമ്മൾ ബോഡിയിലും കൂടെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ടാർഗറ്റ് മാക്സിമം കുറച്ചുകൊണ്ട് വരിക, അതാണ് അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഫ്രണ്ട്സ്, നമ്മുടെ ട്രേഡ് സെറ്റപ്പ് വെച്ചിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ട്രേഡ് സെറ്റപ്പ് വെച്ചിട്ട് ലൈവ് മാർക്കറ്റിൽ നമുക്കൊരു ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് ആക്ഷൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, S&P 500 ഇൻഡെക്സും ഉണ്ട്, നാസ്ഡാക്കും ഉണ്ട്. ഇപ്പോൾ ലൈവ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം
എന്താണ് കാണുന്നത്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. പ്രൈസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി. അപ്പം ഈ ഒരു പോയിന്റ് വരുമ്പോൾ നമുക്കൊരു ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു പോയിന്റ് വരുമ്പോൾ നാസ്ഡാക്കിൽ ഇവിടെ വരുമ്പോൾ ഒരു ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. അപ്പം ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന അതേ മൂവ്മെൻറ്റിൽ അതിനുശേഷം പ്രൈസ് ആക്ഷൻ നമുക്ക് എങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, റൈറ്റ്. അപ്പം ഇതൊരു ഏരിയയാണ്. ഈ ക്യാൻഡിലിൻ്റെ ടോപ്പ് പോർഷൻ വരെ നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ പ്രൈസ് ഒരു ബൈയിങ് വന്നതിന് ശേഷം പ്രൈസ് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് വരണം. അപ്പം നമുക്ക് ആ ഒരു എൻട്രി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് കുറേ നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പതുക്കെ പ്രൈസ് ആക്ഷൻ ഇതുപോലെ ട്രേഡ് ചെയ്ത് ഇറങ്ങി വരുമ്പം വേണം നമുക്ക് എൻട്രിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് ആ ഒരു മൊമെൻറ്റത്തിൽ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രൈസ് ആക്ഷൻ പെട്ടെന്ന് നമുക്ക് എന്താ വരുന്നത്, പ്രീമിയത്തിലുള്ള അപ്രിസിയേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് എക്സിറ്റ് ആയി മാറാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കട്ടെ, ആ സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് അവിടെ നടന്നു. അതിനുശേഷം എന്ത് വരണം, ഒരു ബൈയിങ് വരണം അല്ലേ. ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, ഒരു ബൈയിങ് വരണം. ഇപ്പോൾ ഇവിടെ ബൈയിങ് വരുന്നില്ല, സെല്ലിങ് തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എൻട്രി ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഇവിടം വരെ വരും. അപ്പോൾ ഇനി മിറ്റിഗേറ്റ് ചെയ്യാതെ താഴ്ത്ത് വരണം. അപ്പോൾ നോക്കാം, ചെറിയ ടാർഗറ്റ് ആണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. പ്രൈസ് ഇപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലിക്വിഡിറ്റി. അപ്പോൾ അത് ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റിയിലോട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം അത് ക്ലിയർ ഔട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തതിന് ശേഷം ചെറിയൊരു ബൈയിങ് വരും. ആ സമയത്ത് നമുക്ക് ബൈയിങ് സൈഡിലേക്ക് കയറാം. അതുപോലെ തന്നെ ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലായിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് അല്ലേ. ആ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ ആക്ഷൻ നേരെ മുകളിലേക്കാണ് പിന്നെയും പോകുന്നത്. അപ്പം എക്സാക്ട്ലി അവിടെ വന്നിട്ട് പ്രൈസ് തിരിച്ചു പോവുക. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയലി തിരിച്ചു പോകാനാണെങ്കിൽ എന്ത് ചെയ്യും, സ്വീപ്പ് ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റി ഒന്നും കൂടെ ലിക്വിഡിറ്റി ആയിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകും. അതാണ് അതിൻ്റെ മോസ്റ്റ്ലി നമ്മൾ കാണുന്ന ഒരു സെനറിയോ എന്ന് പറഞ്ഞാൽ. അവിടെയാണ് നമ്മുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ട്രിഗർ ഔട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സെനാരിയോ ഇപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ നോക്കിയിരിക്കുമ്പോൾ എന്താണ് കാണുന്നത്, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് ഇത് ആക്ച്വലി എൻട്രി എടുക്കാൻ വെച്ചതല്ലായിരുന്നു. എങ്കിൽ പോലും നമ്മളിവിടെ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണെന്നുണ്ട്, ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു അല്ലേ. ഇതാണ് നമ്മുടെ ഒറിജിനൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ. ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ബോട്ടം ലൈൻ, അതിനുശേഷമാണ് ഈ ലിക്വിഡിറ്റി കിടക്കുന്നത്. അത് സ്വീപ്പ് ചെയ്തതിന് ശേഷം ബൈയിങ് പൊസിഷനിലേക്ക് മാർക്കറ്റ് വന്നു. അതിനുശേഷം ആ പർട്ടിക്കുലർ പ്രൈസിൻ്റെ താഴെ ട്രേഡ് ചെയ്തപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാം. ഇവിടെ ഇതുണ്ടോ, ഇതിന് മുകളിൽ കറക്റ്റ് കൃത്യം അവിടെ വന്നിട്ട് പ്രൈസ് ആക്ഷൻ നേരെ തിരിഞ്ഞു പോകുന്നുണ്ടോ. സോ ഇതാണ് ദ പവർ ഓഫ് എന്നാ പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് സ്ട്രാറ്റജി. ലൈവ് മാർക്കറ്റിൽ നമ്മൾ നാസ്ഡാക്കിൻ്റെ ഇൻഡെക്സ് വെച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത്. സോ സംടൈംസ് ഇതിന് താഴെ നമ്മളുടെ എൻട്രി സെനറിയോ പ്രകാരം ഇതിന് താഴെ ലിക്വിഡേറ്റ് ചെയ്യും. ചില സമയത്ത് ഇതിൻ്റെ ബോഡി കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തിട്ട് അതിനുശേഷം നേരെ മുകളിലേക്ക് അതർ സൈഡിലേക്ക് പോകും. സോ ഇനി ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ലിക്വിഡിറ്റിയിലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ കണ്ടമാനം പ്രൈസ് ആക്ഷൻ ഉണ്ടോ, ഒരു ഡീവിയേറ്റഡ് പ്രൈസ് ആക്ഷൻ വന്നിട്ടുണ്ട്, ഇംബാലൻസ് എല്ലാം ഫോം ചെയ്ത് അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, മനസ്സിലായോ. അപ്പം സിമ്പിളാണ്. നമ്മൾ മാർക്കറ്റിൽ നോക്കി നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ഇത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് നിന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറേ പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ടുള്ള നമ്മൾ വേറെ ഏത് സെറ്റപ്പ് ആണെങ്കിലും അതിനകത്ത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കയിലും അല്ലെങ്കിൽ എൻട്രി എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മളൊരു ടാർഗറ്റ് ഫൈൻഡ് ചെയ്യുമ്പോഴും ആ ഫൈൻഡ് ചെയ്യാൻ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വരും എന്ന് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന പ്രൈസ് ആക്ഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് മനസ്സിലാക്കിയെടുക്കാൻ ഈ ലെക്ചർ കൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് പിന്നീട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.